എത്ര വലിയ തോന്നിവാസം ചെയ്യുന്നവനെയും യാ ബുനയ്യ, കുഞ്ഞിമോനെ എന്ന് വിളിച്ചാൽ ഒന്ന് കൽബിങ്ങട്ട് തരാത്ത ഒരാളുണ്ടാവില്ല. നമ്മൾക്ക് ഈ ചെറുപ്പക്കാർ യുവാക്കളോട് ഭയങ്കര പരാതിയാണ്. അവരെ മുടി നമുക്ക് പ്രശ്നമാണ്, അവരെ മീശ നമുക്ക് പ്രശ്നമാണ്, അവരെ താടി നമുക്ക് പ്രശ്നമാണ്, അവരെ ഡ്രസ്സ് നമുക്ക് വിഷയമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പറയും, അവരെ പള്ളിയിൽക്ക് കിട്ടുന്നില്ല, മദ്രസയിൽക്ക് കിട്ടുന്നില്ല, സംഘടനാ പ്രവർത്തനത്തിന് കിട്ടുന്നില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും നമ്മളെ നാട്ടിലെ യുവാക്കളില്ല. ഈ യുവാക്കൾ എങ്ങനെ വരിക? അവര് പള്ളിക്ക് വന്നാൽ കണ്ടില്ലേ ചങ്ങായിന്റെ കോലം കണ്ടില്ലേ, അവന്റെ പാൻറ് കണ്ടില്ലേ? ഈ കുട്ടികൾ പിന്നെ എങ്ങനെ വരും എന്നു മാത്രല്ല, കാണുന്നോടത്ത് വെച്ചൊക്കെ ഈ കുട്ടികളെ നമ്മൾ അപകീർത്തിപ്പെടുത്തും. പീഡികത്തിണ്ണയിൽ ഇരുന്നിട്ട് നാട്ടിലുള്ള യുവാക്കളുടെ ചേലും കോലുമാണ് ചർച്ച. എന്നിട്ട് പിന്നെ നമ്മൾ പറയും കുട്ടികളെ പള്ളിയിലേക്ക് വരുന്നില്ല, മദ്രസയിലേക്ക് വരുന്നില്ല, ഒരു കാര്യത്തിനും കിട്ടുന്നില്ല. പറ്റുവാണെങ്കിൽ ഒരു കല്യാണാന്വേഷണം വന്നാൽ അത് മുടക്കാനുള്ള പണി കൊടുക്കും അല്ലേ? യുവാക്കൾ, പുതിയ യുവാക്കളെ മുടക്കാനുള്ള പണി കൊടുക്കും. അത് ഫുള്ള് കഞ്ചാവിലാണ്. അത് എങ്ങനെ നിങ്ങൾ അന്വേഷിച്ചാളി, പുറത്ത് അന്വേഷിച്ചേക്ക്, എന്താണെന്നറിയില്ല. അങ്ങനെ ഇതൊക്കെ അതിജീവിച്ച് ഈ യുവാവ് ഇനി എങ്ങനെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ശരിയായി നിക്കാഹൊക്കെ നടന്ന് പിന്നെ ആ ചെറുപ്പക്കാരിയായിട്ട് ആ സ്വന്തം പെണ്ണിനെയായിട്ട് അങ്ങാടിയിലൂടെ ഒന്ന് വാഹനത്തിൽ, കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ പോയാൽ അപ്പോൾക്ക് ഇവിടുന്ന് പിന്നെയും കുരു പൊട്ടാൻ തുടങ്ങി. അതാ പോണ കണ്ടില്ലേ? ഇത് പരമാവധി ചങ്ങായി മുടക്കി നോക്കിയതാണ്, എന്നിട്ട് മുടങ്ങിയില്ല. എന്നിട്ട് ഇപ്പൊ അപ്പുറത്തുനിന്ന് വിളിച്ചു പറയാണ്, അതാ പോണ കണ്ടില്ലേ? യാതൊരു നാണമില്ലാതെ പോകുന്നു. ഈ കുട്ടികളെ എങ്ങനെ നമുക്ക് കിട്ടുക? പിന്നെ ഈ കുട്ടികളെ എങ്ങനെ കിട്ടും? എങ്ങാനും ഒരു കുട്ടി റമദാനായപ്പോൾ ഒരു യുവാവ് ഒരു തൊപ്പിയൊക്കെ ഇട്ട് പള്ളിക്കാട്ട് കയറിയാൽ അപ്പുറത്ത് കാരണം ഇപ്പൊ ഒരു റമദാനിൽ വന്നതാ ഒരു തൊപ്പിയൊക്കെ ഇട്ട്, പിന്നെ അടുത്ത വക്തിനോ വരുമോ? വന്നിട്ട് അഥവാ ഫാൻ്റെ സ്വിച്ച് ഇട്ട് പോകുന്ന സമയത്ത് ആ ഫാൻ ഓഫാക്കാൻ മറന്നുപോയാൽ പിന്നെ അവനെ പൊരയും തേടിപ്പോലായി. നിങ്ങളെ കുട്ടീനെ പള്ളിക്ക് പറഞ്ഞേക്കരുത്, ഫാൻ്റെ സ്വിച്ച് ഓഫാക്കാതെയാണ് പോകുന്നത്. ആ യുവാവ് ദ്വാരക്കും, പഠിച്ചോനെ ആ ഹാജിയാർ കിടക്കണ പള്ളിക്കാട്ടിലേക്ക് പോലും എന്നെ കൊണ്ടുപോയി കിടത്തറുതേ റബ്ബേന്ന്. മരിച്ചാൽ പോലും സ്വൈര്യം തരൂല. നമ്മളെ ഈ യുവാക്കൾ അവരെ നമ്മൾ അടുത്ത് ഇടപഴകാത്തത് കൊണ്ടാണ്. എത്ര മാന്യന്മാരാന്നറിയാം അവര്. എവിടെങ്കിലും ഒന്ന് പെട്ടു നോക്കണം. നമ്മളെ നാട്ടിലെ, നമ്മളെ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് അവര് 2 ദിവസം 3 ദിവസം മുമ്പ് തന്നെ വന്ന് 5 പൈസ കൊടുത്തിട്ടല്ല, ആ യുവാക്കൾ ഒന്നടങ്കം വന്ന് അത് മുഴുവനും വൃത്തിയാക്കി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അവസാനം അവിടെയുള്ള വേസ്റ്റും കത്തിച്ച് അതിൻ്റെ ചാരവും ശരിയാക്കി അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ആ ചെറുപ്പക്കാർ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ എവിടെങ്കിലും ഒരു യാത്രയിൽ എവിടെങ്കിലും ഒന്ന് കുടുങ്ങിപ്പോയാൽ, നമ്മളെ വണ്ടി ഒന്ന് പഞ്ചറായാൽ ചെറുപ്പക്കാർ കണ്ട ഇറങ്ങിയിട്ട് വരും. എന്താ പറ്റിയതെന്ന് ചോദിക്കും. വേണ്ടത് അവർ ചെയ്തു തരും. അവര് വളരെ നല്ല സോഫ്റ്റായ കൽബിനുടമകളാണ്. തിരിച്ചറിയണം നമ്മൾ ഇത്. ഖുർആനിന്റെ കാലികമായ ഒരു ഉപദേശം നോക്ക്. വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ. യാ ബുനയ്യ എന്ന പദം മുഫസ്സിറുകൾ കുറെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഉപദേശമാണ് ഇന്ന് എക്കാലത്തും ഫലം ചെയ്യുന്ന ഉപദേശം. അതാണ് ഏത് കാലത്തും എത്ര വലിയ തോന്നിവാസം ചെയ്യുന്നവർ. അപ്പോൾ ഉസ്താദേ, ചെറുപ്പക്കാർ ചെയ്യുന്നതൊക്കെ നല്ലതാണോ? അങ്ങനെ ഞാൻ പറഞ്ഞതിനർത്ഥമല്ല. മറിച്ച് നമ്മൾ നൽകുന്ന ഉപദേശങ്ങളുടെ ശൈലി മാറേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാർ അവർ നല്ലവരാണ്, നല്ല മനസ്സിനുടമകളാണ്. അവരെ നമ്മൾക്ക് പള്ളികളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലും സംഘടനകളിലും പ്രവർത്തകരായിട്ട് അവരെ നമ്മൾക്ക് അതിനും കൂടെ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ഈ പരുഷമായ നിലപാട് മാറ്റിയാൽ കുട്ടികൾ പള്ളിയിലേക്ക് വന്നോളും, കുട്ടികൾ കുടുംബത്തിൽ നന്നാവും, മക്കൾ, ചെറുപ്പക്കാർ, യുവാക്കൾ നല്ല നിലക്ക് വരും. അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാമിന് തൻ്റെ മകൻ്റെ പേര് പോലും വിളിക്കാതെ എക്കാലത്തും ഈ ഉപദേശം നിലനിൽക്കണം, ഇത് കാലാകാലവും തുടരപ്പെടേണ്ട ഒരു ഉപദേശമാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഇബ്നു അജീബ് റഹിമഹുള്ളയെ പോലെയുള്ളവർ ഈ യാ ബുനയ്യ എന്ന പ്രയോഗം തന്നെ വിശദീകരിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ചെറുപ്പക്കാരെ പരാതി തീരുന്നില്ല. എന്നാൽ സന്ദർഭോചിതമായി മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്. നമ്മളെയൊക്കെ നാടുകളിലുള്ള യുവതികള്
സുബ്ഹാനല്ലാഹ്. ഇന്ന് കണ്ടില്ല നിങ്ങള്, രാത്രി 8 മണി 9 മണി കഴിഞ്ഞാൽ ഉപ്പിലിട്ടതിൻ്റെ പിന്നാലെ ഗ്രാമങ്ങളിൽ നമ്മളൊക്കെ നാട്ടിലുള്ള പെൺകുട്ടികൾ ഔറത്ത് മറച്ചും മറക്കാതെയൊക്കെ ഓടി നടക്കുകയാണ്. രാത്രി 12 മണി 1 മണി വരെ. ഒരു നോമ്പിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ധൂർത്തും ദുരാചാരങ്ങളും തോന്നിവാസങ്ങളും എത്രയാണ്, പറയാതെ വയ്യ ഇത്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു 4-5 കൊല്ലത്തിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. മുമ്പൊക്കെ പുരുഷന്മാർ പോയിട്ട് ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, ആൺകുട്ടികൾ പോയിട്ട് ഉപ്പിലിട്ടത് വാങ്ങി തിന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പെൺകുട്ടികൾ ഇറങ്ങിയിരിക്കുകയാണ്. കുടുംബനാഥൻ ഭാര്യനെയും മക്കളെയും പെൺകുട്ടികളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും എല്ലാവരെയും പിടിച്ച് കയറ്റിയിട്ട് പോവാണ്. ഇനി ഏതെങ്കിലും ഒരു വ്ളോഗർ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവൻ്റെ ചങ്കളെ കിടുക്കാച്ചിയാണ്, ഒരു രക്ഷയില്ല, ഇത് ഞെട്ടിക്കലാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിയിട്ട് മണ്ടുകയാണ് ഇതിൻ്റെ പിന്നാലെ. അതവരുടെ മഈശത്താണ്, അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. പക്ഷേ നമ്മളെ ആത്മാവും നമ്മളെ ആരോഗ്യവും സംരക്ഷിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ലേ, ആമാശയത്തിന് ഏറ്റവും കൂടുതൽ അപകടകരമായത് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗമാണെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാ ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളൊരു നോമ്പിൻ്റെ പേരിൽ നമ്മൾ ആരോഗ്യം കൊണ്ട് നശിപ്പിക്കുകയാണ് നമ്മൾ. ഞാൻ സന്ദർഭോചിതമായി സൂചിപ്പിച്ചു എന്നു മാത്രം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എക്കാലത്തും കൊടുക്കുന്ന ഉപദേശവും ആ ഉപദേശത്തിൻ്റെ ശൈലിയുമാണിത്. യാ ബുനയ്യ, കുഞ്ഞിമോനെ എന്ന വിളി ആരുടെയും കൽബിൽ പിടിച്ചുപറ്റുന്ന വിളിയാണ് ഖുർആൻ വിളിക്കുന്നത്. ഏത് ആധുനികൻ എക്കോലത്തിൽ തോന്നിവാസം ചെയ്താലും, അവൻ എങ്ങനെ കുലുങ്ങിയാലും, അവൻ എത്ര വലിയ ധിക്കാരിയായാലും, ഖുർആനിന്റെ ഈ വിളി യാ ബുനയ്യ, കുഞ്ഞിമോനെ എന്ന സ്നേഹത്തോടെയുള്ള വിളി ആരുടെയും കൽബിനെ നന്നാക്കിയെടുക്കാൻ പറ്റിയ വിളിയാണ്. ലുഖ്മാൻ ഹക്കീം അലൈഹിസ്സലാമിന് തൻ്റെ മകൻ്റെ പേരറിയാത്തത് കൊണ്ടല്ല, പേര് വിളിച്ചില്ല, മറിച്ച് യാ ബുനയ്യ, കുഞ്ഞിമോനെ ലാ തുശ്രിക് ബില്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള ഈ വചനങ്ങൾ എക്കാലത്തുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവയാണ്. നാട്ടിൽ അഴിമതിയാണ്, നാട്ടിൽ അനീതിയാണ്. പരിശുദ്ധ ഖുർആൻ അതിനെതിരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംസാരിച്ചു വെച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കൂടെ വായിച്ചാൽ ഇത് സമഗ്രമായി കാലികമായി എക്കാലത്തും എന്തെല്ലാം സംഭവങ്ങളാണ് നാട്ടിൽ നടമാടാനുള്ളത്, ഏതെല്ലാം തോന്നിവാസങ്ങളാണ്, അതിനൊക്കെയുള്ള പരിഹാരം എന്താണ്, പ്രതിവിധി എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബിന് പ്രകാശം നൽകണേ അല്ലാ, ഞങ്ങളെ ഖബറിൽ പ്രകാശം നൽകണേ അല്ലാ. ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യാ സയ്യിദൽ അബ്റാരി ഹുബ്ബുക ഫീ ദമി നഹ്റുൻ അലാ നഹ്വി സ്വബാബതി ജാരി ലക യാ റസൂലല്ലാഹി ഫീ അഅമാഖിനാ ഖിമമുൻ മിനൽ ഇജ്ലാലി വൽ ഇക്റാമി. കേട്ടിട്ടില്ലേ മഹദിയായ സയ്യിദത്തുനാ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലെ വലിയ മഹത്വമുള്ള വനിതയല്ലേ സയ്യിദത്തുനാ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഈജിപ്തിലെ അലക്സാണ്ട്രിയ പട്ടണത്തിൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ ചാരത്താണ് മഹദി അവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രിയമുള്ള മോമിനീങ്ങളെ, അവർ കിടക്കുന്ന ഖബറേതാണെന്നറിയാമോ? ജീവിതകാലത്ത് മഹദി അവറുകൾ 4000 ഖത്മ് ഓതി തീർത്ത ഖബറിലാണ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഇന്ന് വിശ്രമിക്കുന്നത്. റമളാനായാൽ വീട്ടിലിരിക്കുന്നില്ല, നൈൽ നദിയുടെ ചാരത്തേക്കൊരു കൂടാരം കെട്ടുകയാണ്. ആരോരും അറിയാതെ ഒറ്റപ്പെട്ട ഇബാദത്തിലായി താമസിക്കുകയാണ് സയ്യിദത്തുനാ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. മഹദി അവറുകൾ വഫാത്തായപ്പോൾ അതാ മിസ്റിലുള്ളവർ പറയുന്നു, ഞങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ അവിടുത്തെ ജനാസ മറവു ചെയ്യണം. അപ്പോഴാണ് ഭർത്താവ് പറയുന്നത്,
ഇല്ല ഇല്ല, ഞങ്ങൾ നഫീസ ഉമ്മാന്റെ ജനാസ മദീനയിലെ ജന്നത്തുൽ ബഖീഇലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടുത്തെ വലിയുപ്പാന്റെ ചാരത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന ഭർത്താവ് പറയുമ്പോൾ മിസ്റുകാര് പറഞ്ഞു, പറ്റില്ല, ഞങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ പേരമകളായ നഫീസ റളിയല്ലാഹു അൻഹാ ഞങ്ങൾക്ക് ആശയാണ്, ഞങ്ങൾക്ക് ആശ്രയമാണ്, അവലംബമാണ്. അതുകൊണ്ട് മിസ്റിൽ തന്നെ അവരുടെ ജനാസ മറവു ചെയ്യണേ. അവർ തന്നെ ഖുർആൻ ഓത്ത് നിർവഹിച്ച 4000 ഖത്മുകൾ ഓതി തീർത്ത ഖബർ ഇവിടെയില്ലേ? ആ ഖബറിൽ തന്നെ മഹദിയെ മറവു ചെയ്താൽ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബീവിയുടെ ചാരത്ത് വരാമല്ലോ. നഫീസ റളിയല്ലാഹു അൻഹായുടെ ജനാസയുടെ ചാരത്ത് ഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ മഹാനവറുകൾ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിലതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. വന്നിട്ട് പറയുകയാണ്, അല്ലയോ ഇസ്ഹാഖ്, നിങ്ങളിങ്ങനെ ശാഠ്യം പിടിക്കല്ലേ. നഫീസ ഉമ്മാനെ മിസ്റിൽ തന്നെ മറവു ചെയ്യണേ. അത് മിസ്റുകാരുടെ അവലംബമാണ്, അവരുടെ ആശയാണ്, അവരുടെ ആശ്രയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം മഹദിയെ മിസ്റിൽ തന്നെ മറവു ചെയ്യുകയാണ്. കണ്ടില്ലേ, ഹബീബായ തങ്ങളുടെ നോട്ടമാണ്. ഏത് വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലുകളാണ്. അല്ലാ, ഞങ്ങൾക്ക് അവിടുത്തെ മദദ് നൽകണേ അല്ലാ, അവിടുത്തെ തർബിയത്ത് നൽകണേ അല്ലാ. നൈൽ നദിയിലെ വെള്ളമൊഴുകുന്നില്ല. ജനങ്ങൾ വന്നിട്ട് പരിഭവം പറയുകയാണ്, ഓ നഫീസ ഉമ്മാ, നൈലിലെ വെള്ളമൊഴുകുന്നില്ല, പരിഹാരം വേണം. അപ്പോഴാണ് അവിടുത്തെ മുഖമക്കന നൽകിയിട്ട് പറയുകയാണ്, ഇത് കൊണ്ടുപോയിട്ട് നൈലിലിടണേ. എന്നാൽ നൈലിലെ വെള്ളമൊഴുകുന്നതാണ്. നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ജനങ്ങൾ കൊണ്ടുപോയി അവിടുത്തെ മുഖമക്കന നൈൽ നദിയിലേക്ക് ഇട്ടതോടെ നൈൽ സുഗമമായി ഒഴുകുകയാണ്. ഇത്ര വലിയ കറാമത്ത് കാണിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. ഒരു റമദാനിലാണ് മഹദി അവറുകൾ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. നോമ്പുകാരിയായി യാത്രയാകുമ്പോൾ അതാ അവിടുന്ന് ജനങ്ങൾ പറയുകയാണ്, ഓ നഫീസ ഉമ്മ, എന്തെങ്കിലും ഒരു വെള്ളം തരട്ടെ, നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് പോകാമല്ലോ, ഇത് അവസാന നേരമല്ലേ. അപ്പോഴാണ് മഹദിയുടെ മറുപടി, ഞാൻ കാലങ്ങളായി എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നത്, നാദാ എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണേ എന്നാണ്. എനിക്ക് അല്ലാഹു നൽകിയ അവസരമല്ലേ, റബ്ബ് തന്ന തൗഫീഖല്ലേ. അതുകൊണ്ട് വേണ്ട വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, ഞാനിതാ നോമ്പുകാരിയായി എൻ്റെ റബ്ബിലേക്ക് യാത്രയാവുകയാണെന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് യാത്രയായ ബീവി സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ, അവരെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവരെ തർബിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവരോടൊന്നിച്ച് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. അവരെ ഹഖ് ജാഹു ബറകത്ത് കൊണ്ട് നാദാ ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ ഇസ്സത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. അവസാനിപ്പിക്കുന്നു, ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ ഖൈറും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ അല്ലാഹ്. എല്ലാ ആഫാത്ത് മുസീബാത്ത് ഫളീഹാത്ത് സല്ലത്ത് ദില്ലത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരെ ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്.
ഒരു മേഖലയിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുതേ അല്ലാ. ഈ മജ്ലിസിൽ വന്നവരിലും ഞങ്ങളെയൊക്കെ കുടുംബങ്ങളിലും രോഗികളുണ്ട്. ഷിഫാ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് യോജിച്ച ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കാത്ത് ചൊരിയണേ അല്ലാ. ഒരു മേഖലയിലും ഞങ്ങളെ നീ തളർത്തിക്കളയരുതേ അല്ലാ. എല്ലാ ഖൈറും ഞങ്ങളിലേക്ക് ചൊരിയണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യ സന്താനങ്ങളിൽ ബറക്കാത്ത് ചൊരിയണേ അല്ലാ. അവർക്ക് ഖൈറ് ചൊരിയണേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وادخلنا الجنة مع الأبرار يا عزيز يا غفار يا جليل يا جبار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.